ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇല്യാസ് മൗലവിയുടെ കുറിപ്പാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു സംഭവമാണ്. ഇതിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിപ്പിച്ച് ബാക്കി എല്ലാവരും യാത്രയാവുക എന്നതാണെന്ന്. ഇല്യാസ് മൗലവിയുടെ കുറിപ്പ് പറയുന്നത് ദേ ഇങ്ങനെയാണ്. ഇന്നലെ ഒരു സഹോദരൻ വയനാട്ടിലേക്കുള്ള വഴി ബ്ലോക്കായ കാരണം താമരശ്ശേരി തങ്ങി. വീട്ടിലെത്താൻ പറ്റിയില്ല. അദ്ദേഹം മാത്രമാണ് ഇന്ന് ആ കുടുംബത്തിൽ ബാക്കിയുള്ളത്. വയനാട്ടിലുണ്ടായിരുന്ന കുടുംബം മുഴുവൻ ദുരന്തത്തിൽപ്പെട്ടു. അള്ളാഹുവെ അദ്ദേഹത്തിന് ക്ഷമയും സഹനവും സ്ഥൈര്യവും പ്രദാനം ചെയ്യണേ റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആ മനുഷ്യൻ്റെ മനസ്സെന്നും ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തായിരിക്കും അത്? അത്രയേറെ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് വയനാട്ടിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, വയനാട് രാത്രി ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനങ്ങൾ പ്രയാസകരമാവും, അതുകൊണ്ട് രാത്രി ചിലപ്പോൾ നിർത്തിവെച്ചേക്കുമെന്ന്. ഏതായാലും അവിടുത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതി മേപ്പാടി പഞ്ചായത്തുകാരനായ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽകുമാർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. അനിൽകുമാർ വയനാട് ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. മേപ്പാടിക്കാരനാണ്. മേപ്പാടി മുണ്ടക്കയിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുകയാണ്. ഈ നിമിഷമായപ്പോഴേക്കും 120 ബോഡി കിട്ടിക്കഴിഞ്ഞു. അതിൽ 45 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അവിടെ നിന്ന് ബോഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന്. വളരെ ഭയാനകമായ ഒരവസ്ഥയാണ് ഞങ്ങളവിടെ പോയപ്പോൾ കാണാൻ സാധിച്ചത്. ഒരു പ്രദേശം മുഴുവൻ ഇനിയൊരിക്കലും വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിരിക്കുകയാണ്. ചൂരമല എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം 100 കുടുംബങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു. മുണ്ടക്കയിലും ഏകദേശം അത് തന്നെ ഉണ്ടാവുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന പ്രാദേശിക റിപ്പോർട്ടുകളും അവിടെ ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മിലിറ്ററിയും NDRF മാത്രമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഈ ദുരന്തത്തിൽ ഇപ്പോൾ അവിടുന്ന് മുണ്ടക്കയിലുള്ള എല്ലാവരെയും മിലിറ്ററി, അതായത് അവിടെ രക്ഷപ്പെട്ട് അവിടെ കഴിഞ്ഞിരുന്ന എല്ലാവരെയും മിലിറ്ററി മേപ്പാടിയിലെ ക്യാമ്പിലേക്ക്, അതായത് ഗവൺമെൻറ് ഹൈസ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെല്ലാം സേഫാണ്. ഇനി അവിടെ അകപ്പെട്ടു പോയിരിക്കുന്നവരുടെ ബോഡി കിട്ടുന്നവരുടെ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും നേവിയും NDRFും എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇത് മാത്രവുമല്ല, ഓരോ സന്ദർഭങ്ങളിലും അവിടെ ഉണ്ടാവുന്ന മറ്റ് ചില ഈ ഭയാനകരമായ സ്ഥിതിവിശേഷങ്ങളുമുണ്ട്. അത് ഇങ്ങനെയാണ് ശ്രീ PK അനിൽകുമാർ പറഞ്ഞു. ഓടുകയാണ്. അപ്പം നമ്മളോട് പറയാണ് ഓടുക എന്ന് പറയുന്നത് ഒറ്റ പറച്ചില്ല, എല്ലാവരും കൂടെ അങ്ങനെ എല്ലാവരും ഇറങ്ങി ഓടുന്നു. ഭയങ്കര ഒരു അവിടെ വീണ്ടും ഉരുൾപൊട്ടി. കാരണം പുഴയിൽ വെള്ളം പെട്ടെന്ന് വർദ്ധിക്കുകയും കല്ലും മണ്ണൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഉരുൾപൊട്ടി എന്ന് പറയുന്ന രീതിയിലായിരുന്നു അത് വന്നിരുന്നത്. പക്ഷെ അത് ശരിക്കും ഉരുൾപൊട്ടിയതല്ല. അവിടെ മഴ ശക്തമായി പെയ്തപ്പോൾ വെള്ളം കൂടുതലായിട്ട് പെട്ടെന്ന് പുഴയിൽ വന്നതായിരുന്നു. അങ്ങനെ അതൊരു ഭയങ്കര സിറ്റുവേഷനായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഉള്ള ഓട്ടവും എല്ലാവരും, കാരണം ആർക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സാഹചര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇന്നലെ രാത്രി ആ ജനങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്തിരുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് വരുന്നു പറഞ്ഞപ്പോൾ പേടിച്ചുള്ള നമ്മൾ ഓട്ടത്തിൽ നിന്ന് ഇന്നലെ അവിടെ ഇതിൽ അകപ്പെട്ടു പോയ ജനങ്ങളുടെ ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് മന്ത്രിമാരും എല്ലാവരും അവിടെ അവലോകന യോഗം, ഒരു കൺട്രോൾ റൂം പോലെ റൂമുണ്ട്. കളക്ടറും ഡിസ്ട്രിക്ട് കളക്ടറും എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ആംബുലൻസുകളെല്ലാം തിരിച്ചു വരുന്നു. അവിടെ പോലീസും നാട്ടുകാരും എല്ലാം ഓടുകയാണ്. അപ്പം നമ്മളോട് പറയാണ് ഓടുക എന്ന് പറയുന്നത് ഒറ്റ പറച്ചില്ല, എല്ലാവരും കൂടെ. അങ്ങനെ എല്ലാവരും ഇറങ്ങി ഓടുന്നു. ഭയങ്കര ഒരു അവിടെ വീണ്ടും ഉരുൾപൊട്ടി. കാരണം പുഴയിൽ വെള്ളം പെട്ടെന്ന് വർദ്ധിക്കുകയും കല്ലും മണ്ണൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഉരുൾപൊട്ടി എന്ന് പറയുന്ന രീതിയിലായിരുന്നു അത് വന്നിരുന്നത്. പക്ഷേ അത് ശരിക്കും ഉരുൾപൊട്ടിയതല്ല. അവിടെ മഴ ശക്തമായി പെയ്തപ്പോൾ വെള്ളം കൂടുതലായിട്ട് പെട്ടെന്ന് പുഴയിൽ വന്നതായിരുന്നു.
അങ്ങനെ അതൊരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എല്ലാവരും കൂടെയുള്ള ഓട്ടവും എല്ലാവരും, കാരണം ആർക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, അപ്പോൾ ഇന്നലെ രാത്രി ആ ജനങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്തിരുന്നതെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് വരുന്നു പറഞ്ഞപ്പോൾ ആ പേടിച്ചുള്ള നമ്മൾ ഓട്ടത്തിൽ നിന്ന് ഇന്നലെ അവിടെ ഇതിൽ അകപ്പെട്ടു പോയ ജനങ്ങളുടെ ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് അവലോകന യോഗം നടക്കുമ്പോഴും മന്ത്രിയും കളക്ടറും ഒക്കെ അടങ്ങുന്ന സംഘം ഉൾപ്പെടെ രക്ഷപ്പെടണമെങ്കിൽ അവിടെ നിന്ന് ഓടേണ്ടി വരുന്ന സ്ഥിതിയാണ്. ഇതാണൊരു മണ്ണിടിച്ചിലും ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെയും സിറ്റുവേഷൻ. നമ്മളെവിടെയെങ്കിലും ഇരുന്ന് കമൻറ്റുകൾ ഇടുന്നത് കൊണ്ടോ എഴുതുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ ഒന്നും ആവുന്നില്ല എന്നതാണ് സ്ഥിതി. ഏതായാലും ഈ രാത്രിയും അവർക്ക് പ്രയാസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് മറ്റൊരു നിർവാഹവുമില്ല.